ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ എല്ലാവരുടെയും ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ള കാര്യങ്ങൾ തൊട്ടിട്ടാണ്. പക്ഷേ എൻ്റെ ഒരു വെറൈറ്റി ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ 11 മണിയൊക്കെ ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് തൊട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മോളിൽ പോകാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം വീഡിയോസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന ആൾക്കാരെല്ലാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് നെൽസ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഫുഡിന് ഭയങ്കര ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ചധികം ദിവസമായി മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഫിഷ് കറി മീൽസ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം പൊട്ടിമുളച്ചിട്ട് അങ്ങനെ ഈ വീക്കെൻഡ് ഞങ്ങൾ പാഴാക്കിയില്ല, നേരെ വിട്ടു നെൽസ് റെസ്റ്റോറൻറ്റിലേക്ക്. നല്ലൊരു ഊണും കഴിച്ചു. അങ്ങനെ നമ്മൾ വയറ് നിറയെ ഒരു ഫിഷ് കറി മീൽസൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കാറിൻ്റെ അവിടേക്ക് പോവാണ്. ഇനി നമ്മൾ മുർദീഫ് മോളിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഇവിടെ സുഹൈൽ നക്ഷത്രം കണ്ട പിന്നെ ചൂട് കുറയും എന്നൊക്കെയായിരുന്നു വെപ്പുണ്ടായിരുന്നത്. പക്ഷെ ചൂട് കുറയുന്നത് പോയിട്ട് കൂടാണോ എന്നാണ് എനിക്ക് സംശയം. ഇത്രയും ചൂടാണ്. എന്തായാലും അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം മുർദീഫ് മോളിൽ നിന്ന് കാണാം. ഓക്കെ, കരീനയൊക്കെ മുന്നേ നമുക്ക് വേഗം കാറിൻ്റെ ഉള്ളിലേക്ക് കയറായിരിക്കും നല്ലത്. എൻ്റെ ഈ ഇരിപ്പ് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒന്നുമല്ല കേട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിട്ടുള്ള ആ ഒരു ഇരിപ്പാണ്. ഇനി മുർദീഫ് മോളിലേക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വേണോ എന്നുള്ള തോന്നൽ പോലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തായാലും പുറത്തിറങ്ങിയതല്ലേ. ഈ കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ എഫക്റ്റ് കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പോൾ പിന്നെ കുറ്റബോധം തോന്നരുതല്ലോ. അങ്ങനെ നമ്മളിതാ മുർദീഫ് മോളിലെത്തി. ഞങ്ങളധികം ഇങ്ങോട്ട് വരാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴും സെയിൽ പോകാനാണ് ഇഷ്ടം. നിങ്ങൾ എൻ്റെ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെ മുർദീഫിലേക്ക് വന്നിരിക്കുകയാണ്. ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഒരാളിവിടെ ചെറിയൊരു ഉറക്കമൊക്കെ കാറിലിരുന്ന് കഴിഞ്ഞു. ഇതാ ഇപ്പോൾ സ്ട്രോളറിലിരുന്ന് കാഴ്ചകൾ കണ്ട് രസിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ അവൻ സ്ട്രോളറിലിരിക്കും, കാഴ്ചകളൊക്കെ കണ്ട് രസിക്കും. ഈ ലൈറ്റ്സൊക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ബോറടിക്കാൻ തുടങ്ങും. ഒരേ ഭാഗത്ത് അങ്ങനെ ഇരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ കുട്ടികളല്ലേ, അവർക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളെടുത്ത് കുറേ കാഴ്ചകളൊക്കെ കാണിച്ച് വീണ്ടും എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നിയതാണ് നമ്മളുടെയൊക്കെ സ്വഭാവത്തിൽ പോലും ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എന്തിനു പറയുന്നു, ഇപ്പോൾ എവിടെ പോയാലും അവർക്ക് പറ്റിയതൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി. പ്രത്യേകിച്ച് സെൻട്രൽ പോയിന്റിലൊക്കെ വരുമ്പോൾ ബേബി ഷോപ്പ് ഇപ്പോൾ എനിക്കൊരു വീക്ക്നെസ് ആയിക്കണു. അങ്ങനെ ഒരു കുട്ടി ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ. എനിക്ക് മോളുകളിലൊക്കെ വന്ന എല്ലാ വീഡിയോസൊന്നും കവർ ചെയ്യാൻ പറ്റാറില്ല. ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്, അവർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് അതിന് സാധിക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മളുടെ പോലെയല്ല മറ്റുള്ളവർക്ക് അവരുടെ പ്രൈവസി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് പലയിടത്തും പോയി എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ കുറച്ച് ടെൻഷൻ തോന്നാറുണ്ട്. മാളിൽ പോയാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. 3-4 മണിക്കൂർ പോയത് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എല്ലാ കടകളിലും കയറി ഇറങ്ങി അവസാനം ഇതേ സമയം സന്ധ്യയായിട്ടുണ്ട്. അങ്ങനെ ഇതാ മുർദീഫിന്ന് കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞു തിരിച്ചു പോവാണ്. ഇനി നമ്മുടെ പ്ലാൻ ഉമ്മൽ ക്വീനിക്ക് പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സൺസെറ്റ് ആകാറായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്ലാൻ സൺസെറ്റ് ആകുമ്പോഴേക്കും ഉമ്മൽ ക്വീൻ ബീച്ചിലെത്തണമെന്നായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മുകളിലൊക്കെ പോയാൽ സമയം പോണത് പോലും നമ്മൾ അറിയില്ല. എന്തായാലും പോണ വഴിക്ക് ഒരു അത്യുഗ്രൻ സൺസെറ്റ് ആയിട്ടുണ്ട്. ഉമ്മൽ ക്വീൻ വന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു ചായയും കുറച്ച് സ്നാക്സും അതിപ്പോൾ ഞങ്ങൾക്ക് നിർബന്ധമായിക്കണു. എന്തായാലും അതിന് വേണ്ടി ഇതാ കുറിഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഒരു ഭാഗത്തിരുന്ന് ബോറടിച്ചിരിക്കണം കേട്ടോ. അതാണ് ഈ വിക്രസ് കാണിക്കണേ. കുറിഞ്ഞിയിൽ നിന്ന് നല്ലൊരു കടുപ്പത്തിലൊരു ചായയും
പിന്നെ ബീച്ചിൽ പോയാൽ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സും ഞങ്ങൾ മേടിച്ചു. ബീച്ചിൽ പോയിരുന്നിട്ട് കഴിക്കണത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. പക്ഷേ ബീച്ചിലേക്കൊക്കെ പോണേക്കാൻ മുന്നേ നമുക്ക് ഉമ്മൽ ക്വീൻ മോളിലൂടെയും കുറച്ച് പണികളുണ്ട്. അതിൻ്റെ കുറച്ച് രംഗങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ കണ്ടറിയാം, ആകെ ക്ഷീണിച്ചിക്കണു. നമ്മളിപ്പോൾ ഉമ്മൽ ക്വീൻ മോളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾക്ക് 2-3 കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളും മേടിക്കാണ്ട്. മുഡിഫിൽ കിട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ചില ഷോപ്സ് അവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് വരുന്ന വഴി നമ്മൾ ഉമ്മൽ ക്വീൻ മോളിലേക്ക് കയറിയിട്ട് അതുകൂടിയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഉമ്മൽ ക്വീൻ കൈറ്റ് ബീച്ച് സെൻറ്റർ. ഈ ബീച്ചിൽ വരുമ്പോൾ എനിക്കൊരു പ്രത്യേക വൈബ് തോന്നാറുണ്ട്. അതായത് കടലാവുമ്പോൾ അത്യാവശ്യം നല്ല തിരമാലയും നല്ല കാറ്റും എല്ലാം വേണം. ഇവിടെ എനിക്ക് ആ ഒരു വൈബ് കിട്ടാറുണ്ട്. ഇനി അതല്ല, കുറച്ച് ശാന്തതയോട് കൂടിയിട്ടുള്ള കടൽ കാഴ്ചയാണ് ആഗ്രഹിക്കണമെങ്കിൽ ഞങ്ങൾ പോകുന്ന വേറൊരു ബീച്ചുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം രാത്രിയായി, ഇരുട്ടായി, അതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും കാണാനില്ല. എങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ട് വീഡിയോയിൽ കാണുന്നുണ്ടാവും ആർത്തിരമ്പി വരുന്ന തിരമാലകൾ. നല്ല രസമുള്ളൊരു സമയമായിരുന്നു കേട്ടോ. ഇവിടുത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരുപാട് ടെൻഷനൊക്കെ മറക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. എന്തായാലും ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞങ്ങൾ എന്തായാലും കുറച്ചധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.